പരമേശ്വരൻ നായർ അതേപോലെ തന്നെ പ്രചരിപ്പിച്ച ഒന്നാണ് ഈ പൊള്ളലിൻ്റെ മരുന്ന്. വേറെയും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടത് കുറച്ച് കണ്ടതുമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിയുടെ ഒരു മുറിവിൻ്റെ മരുന്നുണ്ട്. ആളുകൾക്ക് വല്ല മുറിവും പറ്റിയാൽ ഈ ആ പരിസര പ്രദേശത്തിൽ തെക്കേപ്പാട്ട് പോവുക, നാരായണിയമ്മയെ കാണുക എന്ന് പറഞ്ഞാൽ, മുത്തശ്ശിയോട് പറഞ്ഞ മുത്തശ്ശി അവിടെ എവിടെയോ പോയിട്ട്, പൊന്തക്കാട്ടിൽ എവിടെയോ പോയിട്ട് ചില ഇലയൊക്കെ കൊണ്ടുവന്നിട്ട് അത് പിഴിഞ്ഞിട്ട് കൊടുക്കും, മാറുകയും ചെയ്യും. മുത്തശ്ശിക്ക് മാത്രം അറിയായിരുന്നു ഏതാ ഈ ചെടിയെന്നുള്ളത്. അപ്പം അക്കാലത്ത് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം മുത്തശ്ശി നമ്മളോട് രഹസ്യം പറഞ്ഞു തരും എന്നൊക്കെ ചിലരൊക്കെ അങ്ങനെ ലോകിയൊക്കെ കൂടിയിരുന്നു. ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അന്ന് ഈ മുത്തശ്ശിയുടെ മുറിവിന് പറ്റിയ ഈ മരുന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ അവിടെ ആളുകൾ വന്നത് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ആ നിലയിലുള്ളതല്ല ഞാൻ പറയുന്നത്. പല ആളുകൾക്കും അങ്ങനെ അറിവുകളുണ്ടായിരുന്നു, അവരത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. പാരമ്പര്യമായി സിദ്ധിച്ചതായിരിക്കണം. അങ്ങനെ കിട്ടിയ ചില അറിവുകൾ അവർ പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എസ് വാര്യരുടെ ആത്മകഥ, PK വാര്യരുടെ സ്മരണകൾ, വലിയ പുസ്തകങ്ങൾ, ഇതിലൊക്കെ ഇങ്ങനത്തെ പല അനുഭവങ്ങളും അവർ രേഖപ്പെടുത്തി വെച്ച് കാണാം. അപ്പം അങ്ങനത്തെ പരമേശ്വരൻ നായർക്ക് അറിഞ്ഞിരുന്ന പാരമ്പര്യമായി കിട്ടിയ അദ്ദേഹത്തിൻ്റെ മകളിൽ നിന്ന് കിട്ടിയ ഒരു അറിവായിരുന്നു ഈ പൊള്ളലിൻ്റെ ചികിത്സ. ഞാനിതായിട്ട് ബന്ധപ്പെടുന്നത്, ഞാൻ കുടലൂക്കാരനാണ്, പരമേശ്വരൻ നായർ അറിയുമെങ്കിലും അവിടെ ഒന്നിപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി ആരും പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു മരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അത് ആദ്യമായിട്ട് ഞങ്ങൾ പറയും. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്ന് രേഖപ്പെടുത്തി വെക്കണം. നമ്മളിപ്പോൾ ഇങ്ങനത്തെ പലതും റെക്കോർഡിങ് രേഖപ്പെടുത്തി വെക്കലില്ല. അപ്പം അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ചികിത്സ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം എന്ന് പറയും. ആ സമയത്താണ് മനോക്കാൽ ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് ഈ കള്ളവാറ്റ് പിടിക്കാൻ വേണ്ടി കുറേ കുട്ടികൾ, കള്ളവാറ്റിനെതിരായിട്ട് കുട്ടികളുടെ ഒരു പ്രക്ഷോഭം വേണം എന്നുള്ളൊരു മട്ടിൽ കുറേ കുട്ടികൾ എവിടെയോ ഒരു പൊന്തക്കാട്ടിൽ എന്തോ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കള്ളവാറ്റ് നടക്കും. ഈ കുട്ടികൾ അത് അടിച്ച് കെടുത്താൻ നോക്കിയപ്പോൾ ഇപ്പോഴുണ്ട്, വിരയിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്, ആകെ ആളിപ്പോയി, കത്തിപ്പോയി കുട്ടികൾ കംപ്ലീറ്റായിട്ട്. അപ്പം ഈ വിവരം എന്നോട്, അപ്പോൾ ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടുതലൊരു വരുന്ന സമയമാണ് പറഞ്ഞപ്പോൾ ഞാൻ വന്നൊരു കാര്യം ചികിത്സിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം വന്ന രൂപം ചികിത്സയുടെ ഘട്ടം, ചികിത്സ കഴിഞ്ഞിട്ടുള്ളതൊക്കെ, അന്ന് ആ കുട്ടികളെ കണ്ട് അവർക്കൊന്നും അടുത്ത കാലത്തൊന്നും സ്കൂളിൽ പോവല്ല, പുറത്തിറങ്ങാനേ പറ്റില്ല. ആ നിലയിലായിരുന്നു അത്രേ. പക്ഷേ ഞാനിത് പറഞ്ഞ അനുസരിച്ച് പരമേശ്വരൻ നായർ ഈ കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുത്തു വെച്ചു, മാറിയിട്ടും ഫോട്ടോ എടുത്തു. അതൊക്കെ ഇവിടെ പിന്നീടാണ് ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണം ഇങ്ങനത്തെ ചിലതൊക്കെ എന്നുള്ളത് വന്നത്. അങ്ങനെ കുറേശ്ശായിട്ടിത് പ്രചരിച്ചതാണ്. ഞാൻ അതിൽ കുറച്ചൊരു കാരണക്കാരനാണ്. കാരണം എൻ്റെ തന്നെ നേരിട്ടുള്ള അനുഭവം ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളതല്ല. ഞാൻ സ്ഥിരമായിട്ട് ബാംഗ്ലൂർ പോവും ചില കാര്യങ്ങൾക്ക്. അവിടെ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ടൊരു വീടുണ്ട്. ആ വീട്ടുകാരുടെ 2 കാറുണ്ട്. അപ്പം ഞാൻ ചെന്ന അത്യാവശ്യം 2-3 ദിവസത്തിൽ നിന്ന് അവരുടെ കാറാണ് ഉപയോഗിക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് വരുന്ന അവരുടെ ഒരു ഡ്രൈവറുണ്ട്. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ ജോണെന്നോ ജോസഫ് എന്നിട്ട് ഞാൻ പറഞ്ഞു അവന് അയ്യോ അവൻ്റെ കാര്യമൊന്നും പറയണ്ട, അടുത്ത കാലത്ത് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചിട്ട് ചെറിയൊരു മുറിയൊക്കെ എടുത്ത് താമസം തുടങ്ങി. അടുക്കളയിൽ നിന്ന് അവൻ്റെ ഭാര്യ സാരിയിൽ തീപിടിച്ചു, ആകെ ഭയങ്കരമായിട്ട് പൊള്ളിയിട്ടിരിക്കുകയാണ്, അവന് പുറത്തിറങ്ങാനും വയ്യ. അപ്പം എനിക്കൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും കൂട്ട, അവനോട് പറഞ്ഞിട്ട് ഞാനൊരു അഡ്രസ്സ് തരാം. അപ്പം അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ അഡ്രസ്സിൽ കുറ്റിപ്പുറത്ത് നിന്ന് ഇറങ്ങി അന്വേഷിച്ചിട്ട് അത് അവിടെ നിന്ന് മരുന്ന് കിട്ടും. ഞാൻ ഈ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു.
ഞാനത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും എത്തിയപ്പോൾ അവരിതൊന്നും പറഞ്ഞില്ല. പലതും എന്നെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, മറ്റവൻ വരാൻ തുടങ്ങി, ഡ്രൈവർ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ അതൊരു അത്ഭുതമാണ്. പാസേട്ടൻ പറഞ്ഞ അനുസരിച്ച് കുറ്റിപ്പുറത്തേക്ക് അയച്ചു. അവിടുന്ന് മരുന്നൊക്കെ കൊണ്ടുവന്നു. ആ മരുന്നൊക്കെ ആയിട്ട് ഇപ്പോൾ ആ സ്ത്രീയെ കണ്ട പൊള്ളിയതാണെന്ന് ആരും തോന്നില്ല. ഇങ്ങനെ 2-3 എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചിലരോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിന്ദുവിൽ അവരുടെ സയൻസ് പേജിൽ അവരങ്ങനെ വെറുതെ നമ്മൾ പറഞ്ഞു കേട്ട് എഴുതുന്നതല്ല, അവർ ഈ കേസുകളൊക്കെ പോയി കണ്ട്, അവരുടെ ലേഖകന്മാർ പോയി കണ്ട് സംസാരിച്ച് ഹിന്ദുവിൽ വന്നു. അവരുടെ ആ പ്രത്യേകമായ പേജിൽ ഈ സയൻസിനെ പറ്റി മെഡിസിനെ പറ്റിയുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. അങ്ങനെ കുറേ പത്രങ്ങളിലൊക്കെ ഈ ഇതിനെപ്പറ്റി. ഇതിലിപ്പോൾ ഒരു വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഈ മരുന്നിനായിരുന്നു പ്രാധാന്യം. പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ വൈദ്യനെ പറ്റിയല്ല, ഈ മരുന്നിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരാൻ തുടങ്ങി. ക്രമത്തിൽ അത് ഇതിനോട് അംഗീകാരം കിട്ടി. നമ്മുടെ നാട്ടിൽ തന്നെ പല ദിക്കിനും ആളുകൾ വന്നത് ഇതുപയോഗിച്ച് ഫലം കിട്ടിയതുകൊണ്ട് പിന്നീട് അതിൻ്റെ പ്രചാരം വർദ്ധിച്ചു. അപ്പം അങ്ങനെ ക്രമത്തിൽ ഇത് ഈ വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു സംഭവം ഇപ്പോൾ സാമാന്യം അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അത് ഈ മരുന്ന് മാത്രമല്ല, അവർ വേറെ മരുന്നുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇത് ഒരു ഈ സ്ഥാപനം വളരുന്നു, ഈ സ്ഥാപനത്തിൻ്റെ പ്രയോജനം വർദ്ധിക്കുന്നു, ആളുകൾ അറിയുന്നു. അങ്ങനെ വന്നതിൽ അതിൻ്റെ ആദ്യകാലത്ത് ആദ്യകാലം മുതൽക്ക് കൂടെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പരമേശ്വരൻ നായരുടെ നല്ല മനസ്സ്, ആ സ്മരണ എൻ്റെ മനസ്സിലുണ്ട്. അത് മകൻ ജ്യോതിഷ് കൊണ്ടു നടക്കുന്നു. ഇനി സ്ഥാപനം വളരട്ടെ. ഇതെല്ലാം ചെറിയ തോതിൽ ആരംഭിച്ചു, പക്ഷെ അത് വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ വലിയ വ്യാപാരവൽക്കരണം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് പ്രയോജനമുണ്ടാകട്ടെ, കൂടുതൽ അറിയപ്പെടട്ടെ എന്ന് എനിക്കൊരു മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്, ഒരാഗ്രഹമുണ്ട്. ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. റസൂൽ സംസാരിക്കും അല്ലേ? അടുത്തത് റസൂൽ പൂക്കുട്ടി സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മലയാളികളുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മനസാക്ഷിയായ കഥാകാരൻ MT സാർ അവர்கள், അദ്ദേഹത്തിൻ്റെ എത്രയോ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 2-ാം ഊഴം ഏകദേശം 5 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ സിനിമകൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ഡയലോഗുകൾ പറഞ്ഞ് നടന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എഴുതിയ സിനിമയിൽ ഒരു സൗണ്ട് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ആദ്യമായിട്ടാണ് MT സാറിനെ ഞാൻ നേരിട്ട് കാണുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു സാധാരണ മലയാളി എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചോളം ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അത്യപൂർവമായ ഒരു ദിനമാണ്. അതിന് അവസരമുണ്ടാക്കി തന്ന ജ്യോതിഷിനോട് എനിക്ക് ഒരിക്കലും തീർത്താൽ തീരാത്ത കടപ്പാട്.